എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ആന്റി ടെറർ പോളിസിയാണ് പ്രഹാർ. വെറുമൊരു പദ്ധതിയല്ല ഇത്, ഭീകരവാദികളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ സ്ട്രാറ്റജിയാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ വരാൻ പോകുന്നത്. എന്താണ് പ്രഹാർ? ഇത് എങ്ങനെയാണ് ഭീകരവാദത്തെ അടിച്ചമർത്താൻ പോകുന്നത്? രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് ഇത് നൽകുന്ന പുതിയ കരുത്ത് എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രഹാർ എന്നാൽ അടിയോ പ്രഹരമോ എന്നാണ് അർത്ഥം. ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ ഈ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇത് സീറോ ടോളറൻസ് ആണ്. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനി മുതൽ ഉണ്ടാകില്ല. കേവലം സൈനിക നടപടികൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ സുരക്ഷാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ ഏകോപിപ്പിക്കുന്ന മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. ഈ പോളിസി 7 ഘട്ടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതിനെ 7 പില്ലേഴ്സ് ഓഫ് പ്രഹാർ എന്ന് വിളിക്കാം. പി. പ്രിവെൻഷൻ, ഭീകരാക്രമണങ്ങൾ നടക്കും മുൻപേ തടയുക. ആർ. റെസ്പോൺസസ്, ആക്രമണം ഉണ്ടായാൽ അതിവേഗവും ശക്തവുമായ പ്രതികരണം. എ. അഗ്രിഗേറ്റിംഗ് ഇന്റേണൽ കപ്പാസിറ്റീസ്, കേന്ദ്ര സംസ്ഥാന ഏജൻസികളെ ഒരേ ചരടിൽ കോർത്തിണക്കുക. എച്ച്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ പാലിച്ച് നിയമപരമായ നടപടികൾ. എ. അറ്റൻവേറ്റിംഗ് എനേബിളിംഗ് കണ്ടീഷൻസ്, ഭീകരവാദത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. എ. അലൈനിംഗ് ഇന്റർനാഷണൽ എഫേർട്സ്, രാജ്യാന്തര തലത്തിൽ സഹകരണം ഉറപ്പാക്കുക. ആർ. റിക്കവറി ആൻഡ് റെസിലിയൻസ്, ഇരകളെ സഹായിക്കുകയും നാശനഷ്ടങ്ങളിൽ നിന്ന് വേഗത്തിൽ കരകയറുകയും ചെയ്യുക. ഇന്ന് ഭീകരവാദം ഡിജിറ്റൽ ലോകത്തുകൂടെയാണ് വളരുന്നത്. അതുകൊണ്ട് പോളിസിയിൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മൾട്ടി ഏജൻസി സെന്റർ MAC, NIA, RA, IB, സംസ്ഥാന പോലീസുകൾ എന്നിവർക്കിടയിൽ മിന്നൽ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ ഈ സംവിധാനം സഹായിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കും. വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ച് തീവ്രവാദികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും ഈ നയം ഊന്നൽ നൽകുന്നു. ചുരുക്കത്തിൽ, ഭാരതത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സൈനികവും നിയമപരമായ എല്ലാ ആയുധങ്ങളും ഒത്തുചേരുന്ന ഒന്നാണ് പ്രഹാർ. ശത്രുവിനെ തേടിപ്പോയി നശിപ്പിക്കുക എന്ന പുതിയ ഇന്ത്യയുടെ കരുത്താണ് ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ പുതിയ പോളിസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അറിവ് പകരുന്നത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി. ജയ് ഹിന്ദ്.